RRBയുടെ സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 7/2024 കോൾ ഫോർ ചെയ്തിട്ടുള്ള വേക്കൻസീസിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എങ്ങനെയാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഒരു കാൻഡിഡേറ്റ് ഒരു RRBക്ക് കോമൺ ആപ്ലിക്കേഷൻ ഫോമിലൂടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നോട്ടിഫൈഡ് വേക്കൻസീസിൽ അതിന്റെ ഓർഡർ ഓഫ് പ്രയോറിറ്റിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. ഒന്നിൽ കൂടുതൽ RRBക്ക് അപ്ലൈ ചെയ്താൽ എല്ലാ ആപ്ലിക്കേഷൻസും റിജക്ട് ചെയ്യപ്പെടും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങളെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന പ്രോസസ്സിനായി ഡയറക്റ്റ് ചെയ്യുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ വളരെ കൃത്യമായും കെയർഫുൾ ആയും ശ്രദ്ധയോടെയും വേണം ഫീഡ് ചെയ്യുവാൻ. അക്കൗണ്ട് ക്രിയേഷന് വേണ്ടി നിങ്ങൾ ഫീഡ് ചെയ്യുന്ന ഡാറ്റ പിന്നീട് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ അനുവദനീയമല്ല. 2024 ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അതേ അക്കൗണ്ടിന്റെ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും പെർഫോമൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ടീച്ചിങ് സ്കിൽ ടെസ്റ്റ്, ട്രാൻസ്ലേഷൻ ടെസ്റ്റ് എന്നിവയിൽ ഏതാണോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനും ഇൻവോൾവ് ആയിട്ടുള്ളതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഇത്തരം ആക്ടിവിറ്റീസിനുള്ള ഡേറ്റ്, ടൈം, വെന്യൂ എന്നിവയെല്ലാം തന്നെ കാൻഡിഡേറ്റ്സിന് RRB നേരിട്ട് അഡ്വൈസ് ചെയ്യുന്നതാണ്.